നമസ്കാരം, നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ദാവ പ്രവർത്തകരോട്, ഇസ്ലാമിക് പ്രീച്ചേഴ്സിനോട് എങ്ങനെ നമുക്ക് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. അപ്പം മുൽഹിദ് എന്നുള്ള വാക്കിന് അപ്പോസ്റ്റേറ്റ്, മതം വിട്ട ആളെന്നും അർത്ഥമുണ്ട്. പക്ഷേ മുസ്ലിംസ്, മുസ്ലിം മതം വിട്ടവരെ മുർത്തദ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഇനി അപ്പോൾ ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ അത് അംഗീകരിക്കണം എന്നില്ല. അവർ വീണ്ടും അവരുടെ മതം പുറത്തെടുത്ത് കൊണ്ടുവരികയും അതാണ് വലുത് എന്ന് കാണിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോവുകയും കൊല്ലാനും തല്ലാനും വരെ മടിക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ബിഗട്സ്, സീലറ്റ്സ്, മതഭ്രാന്തന്മാർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ജാക്കിർ നായക്, മുഹമ്മദ് ഹിജാബ് പോലെയുള്ള ആൾക്കാരൊക്കെ ഗണത്തപ്പെടും. അത് ജാക്കിർ നായകിനെ പോലെ പണ്ഡിതനാണെങ്കിലും ശരി, മുഹമ്മദ് ഹിജാബിനെ പോലെ സ്വയം പണ്ഡിതനായിട്ട് ആൾക്കാരെ മുന്നിൽ കാണിച്ചു നടക്കുന്ന ആളാണെങ്കിലും ശരി, ഇവരൊക്കെ ഈ ഗണത്തിൽ തന്നെ പെടും. ഇവരോടൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പ്രാവുകളോട് ചെസ്സ് കളിക്കണ പോലെയാണ്. പ്രാവിൻ്റെ അടുത്ത് നമ്മൾ ചെസ്സ് കളിച്ചു കഴിഞ്ഞാൽ, പിന്നെ രാജാവിനെ അടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്ഞിനെ എടുത്തിട്ട് അങ്ങോട്ട് ഒരു തേര് വെട്ടിക്കഴിഞ്ഞാൽ പ്രാവ് തൂറിട്ട് പോകും, അല്ലാതെ ചെസ്സ് കളിക്കാൻ നിൽക്കില്ല. അറ്റ്ലീസ്റ്റ് പ്രാവ് തൂറിട്ട് പോകാനുള്ള ഡീസൻസേ കാണിക്കുള്ളൂ, അല്ലാതെ ഇവരെ പോലെ കടിച്ചു കയറി കൊല്ലാൻ നിൽക്കില്ല. അതാണ് പ്രാവിന് വരക്കാട്ടിലും ഡീസൻസി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരാണ് പൊതുവെ ഇസ്ലാമിക് പ്രീച്ചിങ്, ദാവാ പ്രവർത്തനത്തിന് വേണ്ടി. ദാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് പ്രീച്ചിങ് ആണ്. സത്യമതം ബാക്കിയുള്ളവരിലെത്തിക്കുക എന്നുള്ളതാണ് ദാവ എന്നുള്ള വാക്കിൻ്റെ ഒരു ജനറൽ അർത്ഥം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ നടക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അവിടെ മുന്നോട്ട് വെക്കുമ്പോൾ, ഖുറാനും ഇത് അള്ളാഹ് എന്നുള്ള കൺസെപ്റ്റൊക്കെ അവിടെ പൊളിക്കുമ്പോൾ, അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരത്രയും നേരം സമാധാനത്തിൻ്റെ മതമെന്ന് ഇസ്ലാമിനെ വിശേഷിപ്പിച്ച ആ സാധനം അതവിടെ പൊളിയും. അറ്റ്ലീസ്റ്റ് അത് പൊളിക്കാനെങ്കിലും നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇതിന് മുന്നത്തെ വീഡിയോ ചെയ്തത്. ഇനി ഇവർ ചില കൺകെട്ട് വിദ്യകൾ മുന്നോട്ട് വെക്കാറുണ്ട്. അതിലൊന്നാണ് ഖുറാനിലെ 5-ാം അധ്യായത്തിൽ വരുന്ന 32-ാമത്തെ വചനം എടുത്ത് വെച്ചിട്ട് പറയും. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഒരാൾ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അത് ലോകത്തിലെല്ലാവരും കൊന്ന പോലെയാണെന്നുള്ളതാണ്. ഇനി തഫ്സീർ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അത് ഉദ്ദേശിച്ചത് മുസ്ലിമിനെ കൊന്നാലാണ് എന്നുള്ളതാണ്. മുസ്ലിം കാഫിറിനെ കൊല്ലുന്നതിനും മുശ്രിക്കിനെ കൊല്ലുന്നതിനും ഒരു പ്രശ്നവുമില്ല. അതുതന്നെയാണ് ഹദീസുകളിലും പറയുന്നത്, അതുതന്നെയാണ് ഖുറാനിൽ തൗബയിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഇനി നമുക്ക് അവർ പറയും അപ്പോൾ തഫ്സീറൊക്കെ തെറ്റാണ്, എക്സ്പ്ലനേഷൻ ഒന്നും ശരിയില്ല, അത് പണ്ഡിതന്മാരുണ്ടാക്കിയതാണ്. ചിലർ പറയും ഹദീസ് വരെ തെറ്റാണ്, ഖുറാൻ മാത്രം ഫോളോ ചെയ്താൽ മതി എന്ന് പറയും. എന്നിട്ട് ഖുറാനിലെ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ പറയാമെന്ന് പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൗബ അവിടെ ഇരിക്കുന്നുണ്ട്. തൗബത്ത് 9:5, 9, 111, 28, 29 അതൊരു വൃത്തിയായിട്ട സൂറത്താണ്, പച്ചയ്ക്ക് വെറുപ്പ് പറയുന്നൊരു സൂറത്താണ്. അതൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് പറയാം. ഇനി ഇതൊന്നും ഇല്ലാന്നിരിക്കുക, തൗബ ബിസ്മി ചൊല്ലാതെ ഓതുന്ന സൂറത്താണ്, അത് കോണ്ടക്സ്റ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചതാണ്. എന്നിരുന്നാലും ഇനിയും നമുക്ക് പറയാം, ഖുറാൻ മൊത്തത്തിൽ വെറുപ്പാണ്. ഖുറാനിൽ ഒരു പേജെങ്കിലും ഉണ്ടോ മുസ്ലിം കാഫിർ എന്നുള്ളത് ബൈനറി എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ഏത് പേജാണ് ഖുറാനിലുള്ളത്? ഖുറാനിൽ ഏത് പേജ് നിങ്ങളെടുത്ത് നോക്കിക്കോ, ഖുറാനിൽ ഏത് പേജിലും നിങ്ങളെടുത്ത് നോക്കിക്കോ, അതിൽ മുസ്ലിം കാഫിർ ബൈനറി എസ്റ്റാബ്ലിഷ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. കാഫിറുകളെ നരകത്തിലിടും, വിശ്വാസികൾ വിശ്വസിക്കണം, വിശ്വസിക്കാത്തവർ പാമരന്മാരാണ്, വിഡ്ഢികളാണ്, വിശ്വസിക്കാതെ നരകത്ത് പോകും, അള്ളാഹുവിൽ നിന്ന് വിശ്വസിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് തടയുന്നത്, വസവാവനാലയും അന്തർത്ഥം അംലം തുന്തിറുഹും വഹുലഹ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. ഇത് യാസീനിലും ഉണ്ട്, യൂസൈൻ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്, വലിയ സംഭവമാക്കി കണക്കാക്കുന്ന സൂറത്താണ്. ബക്കറയിലും ഉണ്ട്. ബക്കറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറയിലെ തുടക്കത്തിൽ തന്നെ ബക്കറ എന്നുള്ള ആ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ഓപ്പണിംഗ് എന്നുള്ള ആ സൂറത്ത് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ബക്കറ, പശു എന്ന് പറഞ്ഞുള്ള സൂറത്ത്. അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ആയത്തുണ്ട്. അതായത് കാഫിറുകളെ അവരെ അവരോട്
സംസാരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും സമമാണ്. അവരുടെ ഉള്ളിൽ ഞാനൊരു ഇരുട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഇരുട്ട് വെച്ചതുകൊണ്ട് അവരോട് പറഞ്ഞാലും പറഞ്ഞില്ല അവർ നന്നാവില്ല എന്ന് പറയുന്നുണ്ട്. അത് ഈ ദാവാപ്രവർത്തനം നടത്തിയിട്ട് നന്നാവാത്തവരെ പറ്റിയാണ് ഈ പറയണത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഖുറാനിലെ ഓരോ പേജിലും മുസ്ലിം കാഫിർ ബൈനർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും കാഫിറോഫോബിയ, അതായത് ഇസ്ലാം അംഗീകരിക്കാത്ത എല്ലാവരെയും വെറുക്കുന്ന രീതിയിലോട്ടൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹേട്രഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഖുറാനിലെ എല്ലാ വചനങ്ങളും ഖുറാനിലെ എല്ലാ പേജിലും ആ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ വചനങ്ങൾ മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ ഇവർ പറയാറുള്ളത് കോണ്ടെക്സ്റ്റ് നോക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നു, ഒരു പേജ് തന്നെ കോണ്ടെക്സ്റ്റ്, പിന്നെ ഒരു പേജിൽ തന്നെ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഒരു പേജിൽ മൊത്തത്തിൽ കോണ്ടെക്സ്റ്റ് ഒരു കഥേനെ പറ്റി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഉടായ്പ് കഥയാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ശരി, എന്ത് ഉടായ്പ് കമൻമെൻറ്റ്സ് ആണെന്നാണ് ചോദിക്കാനുള്ളത് ഖുറാനിൽ. അപ്പോൾ ആ ഒരു പേജ് തന്നെ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാലും വെറുപ്പ് തന്നെയാണുള്ളത്. മുസ്ലിം കാഫിർ ബൈനറിയാണ് മുന്നോട്ട് വെക്കുന്നത്. കാഫിറോഫോബിയ, യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലാത്തവരോടുള്ള വെറുപ്പാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ആ വെറുപ്പ് പിന്നീട് കൊല്ലുന്നതിലും ചവിട്ടുന്നതിലും കൊല്ലുന്നതിലൊക്കെ മാറുന്നത് തൗബയിലോട്ട് നബി ആധിപത്യം സ്ഥാപിച്ച് മക്കയിലോട്ട് തിരിച്ചു വന്ന് ഇനി ആരും പേടിക്കാനില്ല, എൻ്റെ കീഴിലാണ് എല്ലാം എന്നുള്ള അഹങ്കാരം വരുമ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളാണ് തൗബയിൽ. കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, നജിസാണ് കാഫിറുകൾ എന്നൊക്കെ പറഞ്ഞ് ആ സാധനം വരുന്നത് അങ്ങനെയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത്, അതിലോട്ട് എത്തിക്കുന്നത് ബാക്കിയുള്ള ഖുറാനിലെ എല്ലാ സൂക്തങ്ങളുമാണ്, ഖുറാനിലെ ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളുമാണ്. ഇനി ഇതേപോലെ തന്നെ ഖുർആൻ എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ PDF എടുത്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഖുറാനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻസ് വന്നിട്ടുള്ളൂ. ഖുറാൻ ഒരു ഇൻകോറൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അവിടെയും ഇവിടെയൊക്കെ കുറേ റിപ്പീറ്റ് ചെയ്തിട്ട് ചളങ്ങും വിളങ്ങും അവിലും പരുവത്തിലുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് അത് വായിക്കാനും പഠിക്കാനും ബുദ്ധിമുട്ടായി വരുന്നത്. എന്നിട്ടും ഈ ദാവാ പ്രവർത്തകരും ഇസ്ലാമിക പണ്ഡിതരും ഇതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഥകളൊക്കെ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ കാട്ടറബി മുഹമ്മദ് ഉണ്ടാക്കിയ സാധനത്തിൽ നിന്നിട്ട് അതിനൊരു ഹാറ്റ്സ് ഓഫ്, അവരെ സമ്മതിക്കണം. അത് ഭയങ്കര ഒരു സംഭവമാണ്. ആ ക്ഷമ, അവരുടെ ആ ഒരു ബുദ്ധി വൈഭവം പണ്ഡിതരുടെ, അത് നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ടത് തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ് എവ്രി വൺ. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ക്രോഡീകരിച്ച് വെക്കുമ്പോൾ നമ്മൾ PDF എടുത്തിട്ട് നമ്മൾ നാർ എന്നുള്ളൊരു വാക്കുണ്ട് ഖുറാനിൽ, അതായത് തീ, ശിക്ഷ എന്നുള്ള ഒരു സാധനമാണ്. അതിനെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ നാർ എന്നുള്ള വാക്ക് ശിക്ഷ, ജഹന്നം, നാർ, നരകം, ശിക്ഷ, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഖുറാനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവായിട്ട് വരുന്നത് 4ാം സ്ഥാനത്ത് വരുന്നതാണ് നാർ എന്നുള്ള വാക്ക്. നാർ, തീ, 6ാം സ്ഥാനത്ത് പണിഷ്മെൻറ്റ് എന്നുള്ള വാക്കുകളാണ് വരുന്നത് ഖുറാനിൽ. 26ാം സ്ഥാനത്തും 30ാം സ്ഥാനത്തൊക്കെയാണ് ഗിഫ്റ്റ്, പ്രതിഫലം, നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും, ജന്നത്ത് എന്നുള്ള സ്വർഗം എന്നുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. സോ ദി എംഫസിസ് ഹിയർ ഈസ് എവിഡൻറ്റ്. പച്ചക്ക് ഇവിടെ എവിഡൻ്റ് ആണ്. ഏതൊരു ബുദ്ധിമാനും മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. ഏതൊരു ശരാശരി മനുഷ്യനും, അതായത് മതത്തിൻ്റെ ഭ്രാന്ത് ഉള്ളിൽ കയറിയാലും ഒന്ന് ഓപ്പണായിട്ട് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ദി എംഫസിസ് ഓഫ് ഖുർആൻ ഈസ് എവിഡൻറ്റ്. അതായത് എന്താണ് അത് എംഫസിസ്? അതായത് ഓരോ പേജിലും കാഫിറോഫോബിയ പറയുകയും നരകവും സ്വർഗവും, നരകത്തിൻ്റെ കാര്യങ്ങൾ, ശിക്ഷേൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ, ഖുർആനിൽ 2 നാമധേയങ്ങളുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്നുള്ളതാണ്, അതായത് ദൈവത്തിൻ്റെ അനുസരിച്ച് നിൽക്കുന്ന ആൾ. ഇതിൽ മുഅ്മിൻ എന്നുള്ളൊരു നാമധേയമുണ്ട്, സത്യവിശ്വാസി. അവിടെയാണ് മുഅ്മിൻ, കാഫിർ എന്നുള്ള വാക്കിന് സത്യനിഷേധി എന്നും മുഅ്മിൻ എന്നുള്ള സത്യവിശ്വാസി എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ മുന്നോട്ട് എടുത്തു വെക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനുകളല്ല, മുഅ്മിനുകളാണ് യഥാർത്ഥ വിശ്വാസികൾ, മുഅ്മിനുകൾ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത്. ഈ മുഅ്മിനുകളെ അടിസ്ഥാനപ്പെടുത്തുന്ന സാധനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾ, അവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് കണ്ടെടുത്ത് വെച്ച് കൊല്ലലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. കാഫിറോഫോബിയൊക്കെ അവരുടെ ഉള്ളിലാണ് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ഖുർആൻ പഠിച്ച ഇസ്ലാമതം പഠിച്ചവരുടെ ഉള്ളിൽ. അപ്പോൾ ഒന്നെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ എക്സ് മുസ്ലിമാവും. ഇതാണ് ഇസ്ലാമിലുള്ള ആൾക്കാരുടെ അവസ്ഥ.
അപ്പോൾ ഇത് വല്ല പല മഹാന്മാരും ആരിഫ് ഹുസൈൻ തെരുവത്ത് പോലുള്ള മഹാന്മാർ പറഞ്ഞു വെച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഇതിലുള്ള കാര്യം. അപ്പോൾ അതിൽ വായിക്കുന്നവരെ ഖുറാനിൽ എംഫസിസ് വ്യക്തമാണ് കാഫ്രോഫോബിയ. അപ്പോൾ അത് വായിച്ച് ഫോളോ ചെയ്യുന്നവരെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യിപ്പിച്ചു, അവരെ ഗ്യാസ് ലൈറ്റ് പേടിപ്പിച്ച് ഗ്യാസ് ലൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ ഫിയർ ഇംപ്രഗ്നേറ്റ്, അവരുടെ ഹൃദയത്തിലോട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്ത് കുത്തിക്കയറ്റിക്കൊണ്ട് ഇൻഫ്ലിക്റ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവരെ കൊണ്ട് കാഫിറോഫോബിയ അവരുടെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ട് അവരെ കൊണ്ട് തെറ്റുകളിലോട്ട് അവരെ നയിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അവരെ കൊണ്ട് മുഹമ്മദിൻ്റെ ശത്രുക്കൾ, അതായത് മുഹമ്മദിൻ്റെ ചിന്താഗതികളെയും കാഴ്ചപ്പാടിലും അംഗീകരിക്കാത്ത, മുഹമ്മദിനെ രാജാവായി കാണാത്ത, മുഹമ്മദിനെ ഉസ്വത്തുൽ ഹുസ്ന മാലോകരിൽ ഉന്നതനായി കാണാത്ത ആൾക്കാരെ കൊല്ലാനും പീഡിപ്പിക്കാനും ഒക്കെ ഈ വിശ്വാസികളെ ഗ്യാസ് ലൈറ്റ് ഏൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അത് ഈ നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ദ ക്യൂരിയസ് കേസ് ഓഫ് ഒമ്നി, ആ ഖുർആനിൽ പറയുന്ന ദൈവത്തിൻ്റെ സങ്കല്പം തന്നെ പൊള്ളയാണ്, പരസ്പര വിരുദ്ധമാണ്, ഇൻകോഹറൻ്റാണ്. അത് പൊളിയുമ്പോൾ തന്നെ നമുക്ക് ഈ മുഹമ്മദിൻ്റെ ഈ ചെറ്റത്തരങ്ങൾ പിന്നെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഞാനൊരു കാലത്ത് പൊട്ടാൻ വേണ്ടി നടന്നിരുന്ന താലിബാനിയായിരുന്നു, കൈതക്കാരനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ആംഗ്രി റാൻസ് ഓഫ് എ ഡെമഗോഗ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന് എന്തിനാണ് ഇത്ര ദേഷ്യം? എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള, പരമകാരുണ്യനായിട്ടുള്ള ദൈവത്തിന്, ഭയങ്കര സ്നേഹമുള്ള, നല്ല നീതിമാനായിട്ടുള്ള ദൈവത്തിന് എന്തിനാണ് ഇത്രയും ദേഷ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖുർആനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ദൈവത്തിന് ഭയങ്കര ദേഷ്യമാണ്. എല്ലാത്തിനും കഴിവുള്ള, പരമകാരുണ്യനായിട്ടുള്ള, എല്ലാം അറിയുന്ന ദൈവത്തിന് എന്തിനാണ് ഇത്രയും ദേഷ്യം? എൻ്റെ ദൈവമേ, എൻ്റെ അള്ളാഹുവേ, എന്തിനാണ് ഇത്ര ദേഷ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സീലഡ്സിനെയും ബിഗഡ്സിനെയും നമുക്ക് അതായത് ഈ മുഹമ്മദ് ഇജാബിനെ പോലെയുള്ള, സാക്കിർ നായികിനെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊന്നും നമുക്ക് പൊളിക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ഉള്ളിൽ ഇവരൊക്കെ മതഭ്രാന്തന്മാരാണ്. പക്ഷേ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഖുർആനിലെ ദൈവത്തിൻ്റെ ആ കൺസെപ്റ്റ്, ഞാൻ പറഞ്ഞ ആ സാധനം, അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, എന്നിട്ട് അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവം പറയുന്നത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ എക്സ്ക്യൂസ്. എന്നെ കൊണ്ടൊക്കെ ഈ ചെയ്യിപ്പിച്ചതും, എന്നെ കൊണ്ട് ഈ പൊട്ടാൻ ആ താലിബാനിൽ പോയി ചേരാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാക്കിപ്പിച്ചത് ആ ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഗ്നിറ്റീവ് ഡിസണൻസ് പുറത്തോട്ട് വരും. നമ്മളുടെ ഉള്ളിലുള്ള കോഗ്നിറ്റീവ് ഡിസണൻസ് അത് പുറത്തോട്ട് വരും. നമ്മളെ വഞ്ചിച്ചു, നമ്മളെ പിന്നെ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ഈ മുഹമ്മദിൻ്റെ ആ ദേഷ്യം, മുഹമ്മദിൻ്റെ വാക്കുകളാണ്, ഇത് മുഹമ്മദിൻ്റെ ദേഷ്യമാണ്, ഒരു ദൈവത്തിൻ്റെ ദേഷ്യമല്ല. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആംഗ്രി ഡെമഗോഗിൻ്റെ റാൻസാണ്, ഒരു ആംഗ്രി ഹിറ്റ്ലറൊക്കെ വെറുപ്പോട് കൂടി ജൂതന്മാരെതിരെ സംസാരിച്ചിരുന്ന മുസോളിനി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളോട് സംസാരിച്ച് കൊല ചെയ്യാൻ പുറപ്പെടുവിച്ചിരുന്ന ആജ്ഞകൾ പോലെയുള്ളൊരു സാധനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾക്ക് വേണ്ടി ഉപയോഗിച്ച മതം, ആ മതം ഒരു ചിന്താഗതി, കാഴ്ചപ്പാട്, അദ്ദേഹം അതിലൂടെ പ്രതാപം നേടുകയും അതിനുശേഷം അറബികൾ, മുഹമ്മദിന് അനുയായികൾ, അല്ല സ്വഹാബത്ത് അനുയായികൾ, ഫോളോവേഴ്സ്, ആ അറബികൾ അതിനെ പൊളിറ്റിക്കലി ഉപയോഗിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അവർക്ക് കൺക്വയറിങ് മെൻറ്റാലിറ്റിക്ക് വേണ്ടി, രാജ്യങ്ങൾ കൺക്വയർ ചെയ്യാൻ വേണ്ടിയും അവരുടെ പൊളിറ്റിക്കൽ അജണ്ട പാസ്സാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഐഡിയോളജിയാണ്, ഒരു അറബ് സുപ്രീമസിസ്റ്റ് ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ഈസ് ആൻ അറബ് സുപ്രീമസിസ്റ്റ് കൾട്ട്. നമ്മൾ വൈറ്റ് സുപ്രീമസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ സായിപ്പന്മാരിങ്ങനെ ഇട്ട് അടങ്ങാറാക്കുന്നുണ്ടല്ലോ. ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയ വെറുപ്പാണ് ഇസ്ലാം എന്ന് പറയുന്ന അറബ് സുപ്രീമസിസ്റ്റ് കൾട്ട്. അറബ് സുപ്രീമസിസ്റ്റ് കൾട്ടാണ്, അറബ് സുപ്രീമസിസമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഒരു അറബ് സുപ്രീമസിസ്റ്റ് കൾട്ടാണ്.
ഇന്നും നമ്മൾ വൈറ്റ്സ് റേസിസം കാണിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യമാക്കി കണക്കാക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ കാണിക്കുന്ന റേസിസവും സ്ലേവറിയും ഒക്കെ ഇപ്പോഴും ഒരു മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഇനി നിങ്ങൾക്ക് വോക്ക് വൈറസ് കയറിയത് കൊണ്ടാണോ എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ചികിത്സിക്കേണ്ടതാണ്.